കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്നാണ് UDFന്റെ ആരോപണം. ഈ സ്ട്രോങ് റൂം നേരിട്ട് പരിശോധിക്കണമെന്ന് UDF സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്നാൽ റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതായി ഫാത്തിമ തെഹലിയെ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് റിട്ടേണിംഗ് ഓഫീസർ ഫോണിൽ വിളിച്ച് 9 മണിക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. 11 മണിയായപ്പോൾ താൻ പ്രതിനിധി അയച്ചുവെന്നും എന്നാൽ അപ്പോഴേക്കും റൂം തുറന്നു എന്നുമായിരുന്നു തെഹലിയെ പറഞ്ഞത്. എന്നാൽ ആരോപണം തിരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ഡെപ്യൂട്ടി കളക്ടർ തള്ളി. നമുക്ക് ഈ വിഷയം പരിശോധിക്കാം. പേരാമ്പ്രയിലേത് അട്ടിമറിയോ? ഇവിടെ ഇങ്ങനെ ഇവർ തുറന്ന് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുമ്പം എന്റെയോ അല്ലെങ്കിൽ എന്റെ മറ്റൊരു പ്രതിനിധിയോ ഇവിടെ ഇല്ല. അപ്പം ഒരാളെ ഇമ്മീഡിയറ്റ്ലി ഒന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ആൾ ഇവിടെ എത്തിയത്. ആറോനെ ഞാൻ നേരത്തെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞതാണ്, ഞങ്ങളെ സമ്മതമില്ലാതെ ഞങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് നിങ്ങൾക്കറിയാം സ്ട്രോങ് റൂമാണ്. ഈ സ്ട്രോങ് റൂമിന്റെ പരിസരത്ത് ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് സ്ക്രീൻ കാണാം, ഇതിനകത്തേക്ക് പ്രവേശനമില്ല എന്നാ. ഞാൻ പറഞ്ഞു അകത്തേക്ക് പ്രവേശനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോയതാ. ഇന്ന് വന്നപ്പോഴും അതേപോലെ തന്നെ 2 3 തവണ ഇവിടെ തടഞ്ഞു. അല്ല എനിക്ക് ഒരു വിശദീകരണവും ഇല്ല. ചീഫ് ഏജന്റിനോടോ എന്നോടോ അറിയിച്ചിട്ടില്ല. CCTVയിലെ ദൃശ്യപ്രകാരം ഫസ്റ്റ് ലെയറിൽ വേണ്ടത് കോഴിക്കോട് സൗത്താണ്. അതിന്റെ അകത്തുള്ള പരിസരത്തുള്ള റൂം തുറന്നു എന്നാണ് അതുകാര്യം ദൃശ്യം വന്നത്. എന്നാൽ വിളിച്ചു നോക്കിയപ്പോൾ പേരാമ്പ്ര തുറന്നത്. അതിൽ തന്നെ അവാദം. എല്ലാ മണ്ഡലത്തിന്റെയും സ്ട്രോ റൂമിന്റെ പരിസരത്തൊരു സ്പെയർ റൂമുണ്ട്. ആ സ്പെയർ റൂമിന്റെ പുറത്ത് സ്ട്രോങ് റൂം എഴുതിയിട്ടുണ്ട്. പക്ഷെ തുറന്ന ആളിരിക്കുകയാണ്. കുറെ ഉദ്യോഗസ്ഥന്മാർ സിസ്റ്റം വെച്ച് ജോലി ചെയ്യുന്നു, സുരക്ഷാക്കളുണ്ട്. രണ്ടാമത് ഇന്നർ പെരിമീറ്ററിന്റെ അകത്ത് BSFകാരെ മാത്രം സെക്യൂരിറ്റി ആവശ്യമുള്ളൂ. ഇവിടെ ഇഷ്ടം ഒരാൾ കയറി ഇറങ്ങിയാണ്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ സുരക്ഷാ പിഴവുണ്ടായിട്ടുണ്ട്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാകാറില്ല. ഞാൻ 6 തവണ മത്സരിച്ച ആളാണ്. എന്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ സംഭവമില്ല. ഒന്ന്, ഇത് സീൽഡാണ്. ഈ സീൽഡ് ക്യാമ്പസിനുള്ളിൽ എങ്ങനെ കയറുന്നു, എന്തിനു കയറുന്നു, ആർക്ക് വേണ്ടി? ഇത് ദുരൂഹതയുണ്ട്. ഇത് വളരെ കൃത്യമായി ഇതിന്റെ ഉത്തരം പറയുന്നത് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഓക്കെ, ബെൻസൺ ബാബു വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ബെൻസൺ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് തെഹലിയയുടെയും അതേപോലെ MK രാഘവന്റെയും പ്രവീൺ കുമാറിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ കേട്ടു. കോഴിക്കോട് ജില്ലയിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ EVMകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ EVMകൾ എന്ന് എത്തിച്ചോ അന്ന് മുതൽ അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ കാവലുമുണ്ട്. അപ്പം റൂം തുറന്നെങ്കിൽ ഇവരത് അറിഞ്ഞിരുന്നില്ലേ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഇതിൽ ഈ സ്ട്രോങ് റൂം തുറന്നതിൽ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്താണ്? പിഴവുണ്ടെന്ന് DCC പ്രസിഡന്റും സ്ഥാനാർത്ഥിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഇത് ഒരു ആശയക്കുഴപ്പമാണോ അതോ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ? ശരിക്കും നടന്നത് എന്തായിരിക്കും ബെൻസൺ? സേതുലക്ഷ്മി, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് EVM അടക്കം സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂം അത് അനധികൃതമായി തുറന്നു. അതും സ്ഥാനാർത്ഥിയുടെ ഏജന്റിന്റെയോ സാന്നിധ്യമില്ലാതെ തുറന്നു എന്നൊരു വലിയ ഗുരുതരമായിട്ടുള്ള പരാതി, ആക്ഷേപമായിരുന്നു UDF ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരു വിശദീകരണമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, സ്ട്രോങ് റൂം അല്ല തുറന്നിട്ടുണ്ടായിരുന്നത്. സ്ട്രോങ് റൂമിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ റൂമാണ്. ഈ മെറ്റീരിയൽ റൂം എന്ന് പറയുന്നത് സീൽഡ് റൂം അല്ല. ഈ മെറ്റീരിയൽ റൂമിലാണ് ഈ ഒരു സൈറ്റിൽ ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട്. ഓരോ ഘട്ടത്തിലും അതിൽ ആ സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റൂം തുറന്നത്. അതും സ്ട്രോങ് റൂം അല്ല, ഈ മെറ്റീരിയൽ റൂമാണ് തുറന്നത് എന്ന വിശദീകരണമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നതടക്കമാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, MK രാഘവൻ MP അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മെറ്റീരിയൽ റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ 8 മണിയോടുകൂടി തന്നെ പേരാമ്പ്ര മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹലിയെ RO തന്നെ, റിട്ടേണിംഗ് ഓഫീസർ, പേരാമ്പ്ര മണ്ഡലത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ നേരിട്ട് ഫോൺ വിളിക്കുകയും ഇത്തരത്തിലൊരു ആവശ്യത്തിന്റെ ഭാഗമായി ഈ റൂം തുറക്കേണ്ടതുണ്ട്, അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും ആവശ്യമുണ്ട് എന്നിവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ആ സമയത്തേക്ക് 8 മണിക്ക് വിളിച്ച് 9 മണിക്ക് എത്തണമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഭാഗമായി തന്നെ അവർ നിർദ്ദേശിച്ചത് പ്രകാരം UDF സ്ഥാനാർത്ഥിയുടെ ഒരു ഏജന്റ് ആ സമയത്തേക്ക് അവിടെ എത്തിയിരുന്നു. ഒരു 11 മണിയോടുകൂടി തന്നെ അവിടേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയും വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഏജന്റും അവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവരുടെ
സാന്നിധ്യത്തിലാണ്, മറ്റു ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഈ റൂം തുറന്നിട്ടുള്ളത്. അതായത് മെറ്റീരിയൽ റൂം തുറന്നിട്ടുള്ളത്. അത് തുറക്കുകയും അതിൻ്റെ അവിടെ തുറക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് ഒരു എക്മോർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലേക്ക് ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം അപ്ഡേറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ വിവരങ്ങൾ എടുക്കാൻ വേണ്ടിയും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയുമായിട്ടാണ് ഈ റൂം തുറന്നത് എന്ന വിശദീകരണമാണ് ജില്ലാ കളക്ടർ നൽകുന്നത്. അപ്പോൾ അത് തുറക്കുന്ന ഘട്ടത്തിൽ അവിടെ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ അവിടെ ഉണ്ടായിരുന്നു, മറ്റ് ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ UDF പുറത്തുവിട്ടത് ഒരു CCTV ദൃശ്യമായിരുന്നു. അത് പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ, അതും അവർ ഉന്നയിക്കുന്നതിൽ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ പുറത്ത് എപ്പോഴും ഈ CCTVകൾ കണ്ടുകൊണ്ട്, CCTVയിൽ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ എപ്പോഴും കാവലിരിക്കുന്നുണ്ട്. ഈ EVMകൾക്ക് കാവലിരിക്കുന്നതായിട്ട് UDFിൻ്റെ തന്നെ ഒരു സംഘം അവിടെ ഇരിക്കുന്നുണ്ട്. അവരെപ്പോഴും ഈ CCTV ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ CCTVയിൽ ഇത്തരത്തിൽ സൗത്ത് മണ്ഡലത്തിൻ്റെ സ്ട്രോങ് റൂം തുറന്നതായിട്ടാണ് ഇവർ ആദ്യഘട്ടത്തിൽ പരാതിയായി ഉന്നയിച്ചിരുന്നത്. പിന്നീടുള്ള പരിശോധനയിലാണ് അത് സൗത്ത് മണ്ഡലമല്ല പേരാമ്പ്ര മണ്ഡലത്തിൻ്റെതാണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തുറന്നത് സ്ട്രോങ് റൂം അല്ല എന്നുള്ളത് തന്നെയാണ്. EVMO അതല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ടിംഗ് സംവിധാനങ്ങളുള്ള സ്ട്രോങ് റൂം അല്ല തുറന്നത്. അത് തൊട്ട് സമീപത്തോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഇത്തരത്തിൽ മെറ്റീരിയൽ റൂമാണ് തുറന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മറ്റൊരു പരാതിയായി UDF ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് സംസ്ഥാന പോലീസിന്റെ ഭാഗമായിട്ടുണ്ടായ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായി, ഈ പോളിംഗ് അല്ലെങ്കിൽ ഈ സാമഗ്രികൾ സൂക്ഷിച്ച പ്രദേശത്ത് എന്തുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സേനയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ ഇത്തരത്തിൽ ഇത് സൂക്ഷിക്കുന്ന പ്രദേശത്ത് കാവലായി ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ അതിന് പുറമെ എങ്ങനെയാണ് സംസ്ഥാന പോലീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവിടെ എത്തിയത് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളിൽ ആകെ പിഴവുണ്ട് എന്ന ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത്. പക്ഷേ ഇവയെല്ലാം എത്രത്തോളം നിലനിൽക്കുന്ന ചോദ്യങ്ങളാണ്, നിലനിൽക്കുന്ന ആക്ഷേപങ്ങളാണ് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പേരാമ്പ്രയിൽ ശരിക്കും സംഭവിച്ച കാര്യങ്ങൾ അത് ഇനി എന്താണെന്ന് ഇനി വരും ദിവസങ്ങളിലും ഒക്കെയും ഇത് പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ് നിലനിർത്താനാണ് സാധ്യതയുള്ളത്.